കെജ്രിവാൾ വേട്ടയാടപ്പെട്ടു എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കേജ്രിവാൾ ഒരു വിശുദ്ധനാണ് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. CBIക്ക് കുറച്ച് ധൃതി കൂടിപ്പോയി എന്ന അഭിപ്രായം ഉള്ള ഒരാളുണ്ട് ഞാൻ. ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് BJP ഒരുക്കിയ കെണിക്ക് വേണ്ടിയിട്ട് CBI നിന്നു കൊടുത്തു. ഇങ്ങനെ ഒരു അഴിമതിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അല്ലെങ്കിൽ അമിത്ഷായുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് കേജ്രിവാളും അതോടൊപ്പം തന്നെ അസദുദ്ദീൻ ഒവൈസി എന്നൊക്കെ പറയുന്നത്. ഈ രണ്ടാളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വോട്ടുകൾ BJP സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് വേട്ടയ്ക്ക് വിധേയനായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പൊട്ടിക്കരയുകയാണ്. മദ്യനയ കേസിൽ അദ്ദേഹത്തെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേജ്രിവാൾ ഈ രീതിയിൽ വേട്ടയാടപ്പെട്ടത്? കേജ്രിവാൾ വേട്ടയാടപ്പെട്ടു എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കേജ്രിവാൾ ഒരു വിശുദ്ധനാണ് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CBIക്ക് കുറച്ച് ധൃതി കൂടിപ്പോയി എന്ന അഭിപ്രായം ഉള്ള ഒരാളുണ്ട് ഞാൻ. അതായത് ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് BJP ഒരുക്കിയ കെണിക്ക് വേണ്ടിയിട്ട് CBI നിന്നു കൊടുത്തു. യഥാർത്ഥമായിട്ട് ഈ കേസുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് CBI കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. CBI ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹി കോർട്ടാണ് ഇന്ന് ഇപ്പോൾ മനീഷ് സിസോദിയെയും അതോടൊപ്പം തന്നെ കേജ്രിവാളിനെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. യാതൊരുവിധ തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഒരു തെളിവുകളും ഇല്ലാതെ ഒരു CBI ഉദ്യോഗസ്ഥൻ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന്. നമ്മൾ ആദ്യം ഇന്നത് പരിശോധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഡൽഹി മദ്യനയം എന്നുള്ളതാണ്. എന്താണ് ഉയർന്നു വന്ന ആരോപണം എന്നുള്ളതാണ്. ഡൽഹി മദ്യനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഇപ്പോൾ ബെവ്കോ ഒക്കെ മാതിരിയുള്ള ഒരു സംവിധാനം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. എല്ലാ സ്വകാര്യ ഡിസ്റ്റിലറികളിൽ നിന്നും ഡൽഹിയിലുള്ള ബോർഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ബെവ്കോ മാതിരിയുള്ള ഒരു സംവിധാനം അവരാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അവരിത് വാങ്ങിയതിന് ശേഷം പിന്നീട് മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് സെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് മാറ്റിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ലിക്കർ ഷോപ്പ് ആരംഭിക്കാം എന്ന രീതിയിലേക്ക് ഈ ഒരു ലിക്കർ ഡിസ്ട്രിബ്യൂഷനെ സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ നയം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രശേഖർ റാവുവിന്റെ മകളായിട്ടുള്ള കവിത, അത് തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയും അതോടൊപ്പം തന്നെ വിജയ് നായർ എന്ന് പറയുന്ന ഒരു മലയാളിയും ചേർന്ന് 1000 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് വാഗ്ദാനം ചെയ്തുവെന്നും അതിൻ്റെ അകത്ത് അഡ്വാൻസ് തുക നൽകിയെന്നും ആ തുകയാണ് ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടി ചെലവഴിച്ചത് എന്നുള്ളതുമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്നത്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിട്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. പ്രത്യേകിച്ച് അന്ന് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി ഈ മദ്യനയത്തെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കാർ സംവിധാനത്തിലൂടെ മദ്യം വാങ്ങി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ സർക്കാർ സംവിധാനത്തിന് ഒരുപാട് കൈക്കൂലി ലഭിക്കുമായിരുന്നു. പക്ഷെ ഇത് നേരിട്ട് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴത്തേക്ക് ഈ ഒരു മേഖലയിൽ ഇതിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ കോമ്പറ്റീഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവിടെ മദ്യത്തിന് താരതമ്യേന വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു മുടന്തൻ ന്യായങ്ങളാണ് അന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ നമ്മളുമായിട്ട് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ട്, അന്ന് സംസ്ഥാന കൺവീനറായിരുന്ന ശ്രീ സാറുമൊക്കെ ആയിട്ട് നമ്മളിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നതാണ്. അന്ന് അദ്ദേഹമൊക്കെ പറഞ്ഞിരുന്നതാണ് കുറച്ചുകൂടി സുതാര്യമാകും, അഴിമതി ഉണ്ടാവത്തില്ല എന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇവിടെ CBIക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ കേജ്രിവാളിനെ അകത്തിടുക എന്ന ലക്ഷ്യത്തോടു കൂടി, ഇതൊരു ലോങ് ടൈം പ്രോസസ് ആണല്ലോ, അകത്തിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആദ്യമായിട്ട് ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ ഏതാനും ചില തെളിവുകൾ ഉണ്ടായിട്ടുണ്ടാവാം, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു അഴിമതിക്ക് വേണ്ടിയിട്ടൊരു പ്ലാനിങ് നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കാതെ ഒന്നും ഒരു കാരണവശാലും ഒരു CBIക്ക് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതിനുശേഷം പിന്നീട് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPയെ സംബന്ധിച്ച് BJPയുടെ ഇന്റൻഷൻ എന്താണ്? ഡൽഹി പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഡൽഹി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP നീക്കിയ കരുക്കൾ, ആ കരുക്കൾ ഇവർ പോയി പെട്ടു. എന്തെങ്കിലുമൊക്കെ തെളിവുകളില്ലാതെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിപ്പോൾ ഡൽഹി ഒരു ലോക്കൽ കോടതിയുടെ വിധിയാണ്, ഡൽഹി കോടതിയുടെ വിധിയാണ്. ഈ വിധിയെ ഹൈക്കോടതി ഇപ്പോൾ തന്നെ സ്റ്റേ ചെയ്യും. ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 48 മണിക്കൂറിന്റെ ആയുസ് മാത്രമേ ഈ വിധിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. കാരണം ഇന്ന് മനീഷ് സിസോദിയെയും അതോടൊപ്പം തന്നെ കേജ്രിവാൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൊട്ടിക്കരയിഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഡൽഹി രാഷ്ട്രീയത്തിലോ ഇനി ഈ ഒരു കണ്ണുനീർ കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹിയിലെ
മുഖ്യമന്ത്രിയുടെ വസതി നമ്മൾ പുറമേ കാണുമ്പോൾ വളരെ സ്വാത്വികനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കേജ്രിവാളിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ സ്വന്തം മുഖ്യമന്ത്രി മന്ദിരം മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിച്ചു എന്നുള്ള രീതിയിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് വരെ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണമായിട്ടും കേജ്രിവാളിനെ വിശ്വസിക്കാനായിട്ട് ഈ ഡൽഹിയിലെ ജനങ്ങളോ ഇന്ത്യയിലെ ജനങ്ങളോ ഇനി തയ്യാറാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പഞ്ചാബ് ഇലക്ഷനിലൊക്കെ ആം ആദ്മി പാർട്ടി വിജയം നേടി എന്നുള്ളത് സത്യമാണ്. അതുകൂടാതെ നമ്മളൊക്കെ കരുതിയിരുന്നത് പഞ്ചാബിൽ നിന്ന് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് എത്തും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന് ആഗ്രഹം ഇല്ലാതിരുന്നിട്ടല്ല, എന്നാൽ ജനങ്ങൾ എന്ത് ധരിക്കും എന്ന് കരുതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് ഇടിയുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിക്കാതിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഡൽഹി മദ്യനയ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും അഴിമതിക്ക് വേണ്ടിയിട്ടുമൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ സ്വന്തം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അന്ന് മറ്റ് നേതാക്കന്മാരുടെ എതിർപ്പിനെ തുടർന്നാണ് അതങ്ങനെ ആക്കാതിരുന്നത്. കേജ്രിവാളിനെ സംബന്ധിച്ച് കേജ്രിവാളിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കേജ്രിവാൾ അല്ലെങ്കിൽ ഒരു AAPയുടെ നേതാവ് ഇങ്ങനെ ഒരു അഴിമതി കേസിൽ പെടില്ല എന്നൊന്നും പറയാനായിട്ട് ഞാൻ തയ്യാറാവില്ല. ഒരു കാരണവശാലും നമുക്ക് തയ്യാറാവാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ ഇത് അമിത്ഷായും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും ഇദ്ദേഹത്തിനെതിരെ ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അല്ലെങ്കിൽ അമിത്ഷായുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് കേജ്രിവാളും അതോടൊപ്പം തന്നെ അസദുദ്ദീൻ ഒവൈസി എന്നൊക്കെ പറയുന്നത്. ഈ രണ്ടാളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വോട്ടുകൾ BJP സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുക, ഏറ്റവും കൂടുതൽ ബീഹാർ എടുത്തു നോക്കുക. ബീഹാറിൽ അസദുദ്ദീൻ ഒവൈസി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിച്ചത്. അതല്ലെങ്കിൽ അത് RJDക്ക് ലഭിക്കേണ്ട വോട്ടായിരുന്നില്ലേ? 5 സീറ്റുകൾ നേടാൻ വേണ്ടിയിട്ട് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് പ്രാവശ്യം ബീഹാറിൽ സാധിച്ചിട്ടില്ലേ? അപ്പോൾ അസദുദ്ദീൻ ഒവൈസിയും കേജ്രിവാളും ഒക്കെ എപ്പോഴും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല എന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു വിശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് കേജ്രിവാൾ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ചർച്ചയുടെ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു അഴിമതിക്കുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു വെച്ചിരുന്നു, ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. എന്നാൽ CBIയെ സംബന്ധിച്ചിട്ട് അവർക്ക് സ്പീഡ് കൂടിപ്പോയി. ഒരു ക്രൈം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ ക്രൈമിന്റെ പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് CBIക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത്. ഒരുപക്ഷെ CBIയെ സംബന്ധിച്ച് CBI എന്താ പറയുന്നത്, ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീലിന് പോകും, ഞങ്ങളുടെ കൈവശം തെളിവുകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുന്ന സമയത്ത് ഡൽഹി കോടതിയുടെ ഈ വിധിയിൽ CBI ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ആ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നിടത്തും ചെറിയ ചില സംശയങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്, നമ്മുടെ ജുഡീഷ്യറി നീതിക്കായിട്ട് നിലകൊള്ളുന്നു. ഈ അവസരത്തിൽ നമുക്ക് അതുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം BJPയെ പോലെയുള്ള അല്ലെങ്കിൽ അമിത്ഷായെ നരേന്ദ്രമോദിയെ പോലെയുള്ള വലിയ ആളുകൾ ഇൻവോൾവ്ഡ് ആയി എന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്ന ഈ കേസിൽ CBI ഉദ്യോഗസ്ഥനെതിരെ ശക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് കോടതി തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോടതി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഇന്ത്യൻ ജനതയോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഇന്ത്യൻ ജനതയ്ക്കുള്ള വിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോഴും പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിനെ ന്യായീകരിക്കാനായിട്ട് ഒരു കാരണവശാലും മനീഷ് സിസോദിയയ്ക്കോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനോ സാധിക്കത്തില്ല. അതുകൂടാതെ തന്നെ ഗോവ ഇലക്ഷനിൽ ഇവർ ചെലവഴിച്ചിട്ടുള്ള ഫണ്ട് അത് എവിടെ നിന്ന് സോഴ്സ് ചെയ്തു എന്നുകൂടി വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ മനീഷ് സിസോദിയെ ആദ്യമായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് CBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിക്കുന്ന സമയത്ത് തിരിച്ചിറങ്ങി വന്ന മനീഷ് സിസോദിയ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 1 രൂപ ഞാൻ നേരിട്ട് വാങ്ങി എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാം, എൻ്റെ സ്ഥാനം ഞാൻ രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെയും ഒക്കെ കളിയാക്കുന്നതും അല്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ സ്വന്തമായ അക്കൗണ്ടിൽ പൈസ മേടിക്കും. ഇപ്പോൾ നമ്മൾ VS ശിവകുമാറിന്റെ കേസ് തന്നെ എടുക്കുക, വിജിലൻസ് കേസ്, കേരളത്തിലെ കേസ് എടുക്കുക. ഈ കേരളത്തിലെ VS ശിവകുമാറിന്റെ കേസെടുക്കുന്ന സമയത്ത് എന്താണ്, അദ്ദേഹം അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ഒരു അഴിമതി അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് 100% വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ലാതെ ഒന്നുമില്ലാതെ ഒരു കേസ് ഫ്രെയിം ചെയ്തെടുക്കാനായിട്ടൊക്കെ, അതും പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും ഒക്കെ എതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് BJP ഉണ്ടെന്ന് പറഞ്ഞാലും CBI തയ്യാറാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.